ആ സീതളേട്ടാ, നിങ്ങള് വീണ്ടും വന്നല്ലേ? വരാണ്ട് പറ്റില്ലല്ലോ. എന്താ ഇപ്പൊ നിങ്ങളെ കാര്യത്തിൽ എനിക്ക് സങ്കടമാണ്. എന്താ ചെയ്യാ, കുട്ടികളുടെ ഓരോരോ. അല്ല ഇതിപ്പോ എന്താ, ഇതിപ്പോ നിങ്ങളെ മോളെ പ്രശ്നം മാത്രമല്ല, ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് മുഴുവൻ ഡിമാൻഡ് ഭയങ്കര. 30 കഴിഞ്ഞ ചെക്കന്മാരെ ഇവർക്ക് വേണ്ട. 28, 29, 27 ചോദിക്കണേ. പിന്നെ ചെറിയ ജോലി ഉള്ളവർക്ക് ഒന്നും പെണ്ണിട്ടുന്നില്ല. എന്താ ഇപ്പൊ കഥ? പിന്നെ ഇപ്പൊ ഇവരുടെ സങ്കല്പം എന്താന്നും പിടുത്തല്ലേ നമുക്ക്. പഴയ കാലം എന്നല്ല. അതെ അതെ അതെ, ഒരു കുടുംബം നോക്കണ ഒരാളെ പോരാ ഇവർക്ക്. ഇപ്പൊ പുതിയൊരു കേസിന്റെ അടുത്ത് 2-3 വന്നിട്ടുണ്ട്. അതില് ഒന്ന് നിങ്ങൾക്ക് പറ്റിയൊരു വകുപ്പാണ്. നല്ല തറവാട്ടുകാരാ. അതെ അല്ലേ? അപ്പൊ ഒരു മറ്റന്നാളെ അയാൾക്ക് സമയമുള്ളൂ. അപ്പൊ മറ്റന്നാൾ ഞാൻ ഒരേ കുട്ടി അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ. സത്യ അയ്യോ ഇതൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട. ഇല്ല ഇതൊന്നും കഴിക്കാറില്ല ഞങ്ങൾ. മതി, അച്ഛൻ പിന്നെ എടുക്കും. പക്ഷെ അച്ഛന് ഷുഗറാ. അപ്പൊ സീതളേട്ടാ, കഴിഞ്ഞതൊക്കെ നിങ്ങളോട് മറന്നാളി. കഴിഞ്ഞ ആലോചനകളൊക്കെ നടക്കാണ്ട് പോയത് ഓളെ നല്ലതിനാന്ന് വിചാരിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഈ കൊണ്ടുവന്ന ഈ ബന്ധം ഉണ്ടല്ലോ, ഇത് പച്ചയായ ഒരു ബന്ധാ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, കർഷകശ്രീ അവാർഡ് കിട്ടിയ മനുഷ്യനത്. സത്യന്റെ അച്ഛൻ സുമേശേട്ടൻ 8 ഏക്കർ ഭൂമി കൃഷിയാ. 8 അല്ല, അതിൽ കൂടുതലുണ്ട്. കേട്ടോ, അതിലൊരു 5-6 ഏക്കർ വയൽ തന്നെയാണ്. പിന്നെ തെങ്ങും റബ്ബറും ഒക്കെ ആയിട്ട് കൃഷി 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 ഇതന്നെ. അച്ഛന്റെ മോൻ തന്നെയാണ് അത്. ഇതാ കൃഷിപ്പണി തന്നെ. കൃഷി വകുപ്പിന് ജോലി കിട്ടി അത് മാണ്ടാന്ന് വെച്ചിട്ട് കൃഷിക്ക് ഇറങ്ങിയ ആളാണ്. അല്ല, ഈ സർക്കാർ ജോലിയൊക്കെ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാ, ശരിക്കും ഞാൻ ജോലിക്ക് പോയി. ആദ്യത്തെ ഒരു 2 മാസമൊക്കെ ജോലിക്ക് പോയി. പിന്നെ ഈ ജോലിയും അച്ഛന്റെ കൃഷിപ്പണിയും അച്ഛനെ സഹായിക്കല് എല്ലാം കൂടെ നടക്കണില്ല. അപ്പൊ പിന്നെ എന്താ വെച്ചാൽ കുറെ ചെറുപ്പം മുതലേ ഈ കൃഷിപ്പണി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതല്ലേ. അപ്പൊ അച്ഛനെ സഹായിക്കുകയാണ് നല്ലതെന്ന് തോന്നി. അപ്പൊ സീതളേട്ടാ, നിങ്ങളിപ്പോ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്ന നമ്മളെ ഗോപാലേട്ടന്റെ വീഡിയോ എന്നല്ലേ? ഇവര് വർഷങ്ങളായിട്ട് പുറത്തുനിന്ന് ഒരു സാധനം മേടിക്കില്ല. ഒക്കെ അവരുടെ ഒടിയിലുണ്ട്. പച്ചക്കറി ആയാലും പലവ്യഞ്ജനായാലും എന്തായാലും. ഞങ്ങളിപ്പോ പുറത്തുനിന്നൊരു സാധനം മേടിക്കാൻ വേണ്ടി പോകുന്നത് ഇവന് വേണ്ടിയിട്ട് ഒരു കുട്ടിയാണ്. അതൊന്നും അല്ല കേട്ടോ, മുണ്ടും ഷർട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. തമാശ ഫാമിലിയാ. വേറെ കാര്യം ചോദിക്കി, ഇവിടെ ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരെ ഇവിടെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നില്ലേ? ആരെങ്കിലും കൂടെ അച്ഛൻ വന്നിക്കണോ? മോന് നിർബന്ധം അച്ഛൻ വരണോ? ഞാൻ അച്ഛനോട് സത്യം പറഞ്ഞ അച്ഛനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ അച്ഛനെന്താ വെച്ചാല് എങ്ങനെയാണ് പെണ്ണ് കാണുക എന്നുള്ളതൊന്നും പുള്ളിക്ക് അറിയില്ല. അച്ഛനും അമ്മയും പ്രേമിച്ചില്ലാണ് കഴിച്ചതാ. അപ്പൊ അതെങ്ങനെയാന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. എന്നാ പിന്നെ ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അച്ഛനെയും കൂട്ടി അങ്ങനെ ഒരു രസികൻ ഫാമിലിയാ. പെരയില് അമ്മയുണ്ട്, പിന്നെ ഒരു പെങ്ങളൊക്കെ കെട്ടിച്ചയച്ചിക്കണ്. അമ്മയും വരാന്നാ ഞാൻ പറഞ്ഞു. എല്ലാരും കൂടെ കൂട്ടിട്ട് പെണ്ണാൻ പോകുന്നു മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയതാ. ഈ പച്ചക്കറിന്റെ കാര്യമൊക്കെ അമ്മയാ. വീടിന്റെ ചുറ്റോടത്തൊക്കെ പച്ചക്കറിയാ. കുമ്പളങ്ങ, തക്കാളി, എല്ലാ സാധനവും ഉണ്ട്. എന്തായാലും മണ്ടൂരവിടെ പോയാല് ഇത്തിരി നേരം നിൽക്കാൻ സമയം ഉണ്ടാവില്ല. ഫുള്ള് പണി കഴിക്കും. പൈക്കളെ തന്നെ നോക്കാനില്ലേ? 10-15 പൈക്കളെ പാല് കറക്കണോ, ചാണകം പറഞ്ഞ എന്തൊക്കെ പണിയുണ്ട്. അല്ല അതിനൊക്കെ ആള് വേറെ ഉണ്ട്. അല്ല ഉണ്ട്, എന്നാലും പെണ്ണ് വരുമ്പോ അങ്ങനെയാണല്ലോ. മറിമായം